വേനൽ മഴയ്ക്കൊപ്പമുണ്ടായ ശക്തമായ കാറ്റിൽ വീടിന്റെ മേൽക്കൂര 50 മീറ്ററോളം പറന്ന് സമീപത്തെ പുരയിടത്തിലേക്ക് വീണു. 10 സെന്റ് മുകൾ ഭാഗത്ത് ഒറവയ്ക്കൽ രാധാമണിയുടെ വീട്ടിലാണ് സംഭവം. മകൻ റോബിൻ, ഭാര്യ പ്രിയ എന്നിവർ വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. വൈകിട്ട് 6 മണിയോടെ ഉണ്ടായ ശക്തമായ കാറ്റിൽ സമീപത്തെ മരങ്ങൾ ഉൾപ്പെടെ വീണതോടെ ഇവർ മൂവരും വരാന്തയിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് വീടിന്റെ 2 മുറികളുടെ മുകളിൽ മേൽക്കൂര പറന്നു പൊങ്ങിയത്. 2 കേഡറുകളും നിരവധി ടിൻഷീറ്റുകളും ഉള്ള ഭാഗം ഉയർന്നു പൊങ്ങി സമീപത്തെ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുകയായിരുന്നു. ഈ സമയത്ത് റോഡിൽ ആരും ഇല്ലാതിരുന്നതിനാൽ വലിയ ദുരന്തം വഴിമാറി. ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നതെന്ന് രാധാമണി പറയുന്നു. 5-5:30 ആയപ്പോഴത്തേന് മഴ പെയ്ത് ഞങ്ങളെല്ലാവരും അകത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഭയങ്കര കാറ്റ് വന്നപ്പോൾ ഞങ്ങൾ ഇളംതിണ്ണയിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞപ്പോൾ വാതിലെല്ലാം തുറന്നു കിടക്കുമായിരുന്നു. അപ്പോൾ ഈ ചുഴലിക്കാറ്റ് വന്ന് വീട് സഹിതം പൊക്കിക്കൊണ്ടുപോയി. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആർക്കൊന്നും പറ്റിയില്ല. സാധനങ്ങളെല്ലാം നനഞ്ഞു പോയി. TV, ഫ്രിഡ്ജ് എല്ലാം നനഞ്ഞു. റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റിയതോടെ ഇവിടെ കാറ്റിന്റെ ശല്യം കൂടുതലാണ്. കഴിഞ്ഞ വർഷം ഇവരുടെ സമീപമുള്ള വീടിന്റെ മേൽക്കൂരയും ഇതേ രീതിയിൽ പോയിരുന്നു. മേൽക്കൂരകൾ പറന്നുപോയതോടെ വീടിനുള്ളിലെ വൈദ്യുതി ഉപകരണങ്ങൾ ഉൾപ്പെടെ നനഞ്ഞ് നശിച്ചു. ടിൻഷീറ്റുകൾക്ക് പകരം ആസ്ബറ്റോസ് ഷീറ്റുകൾ സ്ഥാപിക്കുവാനുള്ള ശ്രമം നടന്നുവരികയാണ്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.